ഓക്കെ, ലീഫ് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമ്മൾ ആദ്യം സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് 11 ചെയിൻ ഇടുക. 11 ചെയിൻ, 1 2 5 6 7 10 11 ചെയിനാണ് നമ്മൾ ഇട്ടാക്കുന്നത്. 11 ചെയിൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് മൂന്നാമത്തെ ചെയിനിൻ്റെ മുകളിലാണ് വർക്ക് ചെയ്യണത്. 1 2 3 മൂന്നാമത്തെ ചെയിനിൻ്റെ ഉള്ളിൽ ആദ്യം ഹുക്ക് ഇട്ടിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. യാൺ ഓവർ ചെയ്ത് 2 നൂലിൻ്റെ ഉള്ളിലൂടെ വലിക്കുക. സിംഗിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് ചെയിനിൻ്റെ ഉള്ളിൽ ഡബിൾ ക്രോഷ്യയാണ്, ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. അതിനെ യാൺ ഓവർ ചെയ്യുക. ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് വലിക്കുക. ഹുക്കിൻ്റെ മുകളിൽ 3 നൂല്, യാൺ ഓവർ 3 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. ദെൻ നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്തു. അടുത്ത ചെയിൻ്റെ മുകളിൽ നമ്മളിവിടെ ഒരു ഡബിൾ ക്രോഷ്യയാണ് ചെയ്താക്കുന്നത്. സെയിം ആ ചെയിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ കൂടിയും ചെയ്യണം കേട്ടോ. അങ്ങനെ 2 ഡബിൾ ക്രോഷ്യയാണ് ആ സെയിം ചെയിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യേണ്ടത്. ചെയ്തില്ലേ? നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഒരു ത്രിബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. യാൺ ഓവർ ചെയ്യുക. 2 വട്ടം യാൺ ഓവർ ചെയ്തിട്ട് ഹുക്കിൻ്റെ ഉള്ളിൽ ചെയിൻ ഇടുക. യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിച്ചിട്ട് ഹുക്കിൻ്റെ മുകളിൽ 4 നൂല്, യാൺ ഓവർ ചെയ്യുക. 2 എണ്ണം കളയുക, യാൺ ഓവർ ചെയ്യുക. 2 എണ്ണം കളയുക, യാൺ ഓവർ ചെയ്യുക. 2 എണ്ണം കളയുക. ഇങ്ങനെ ഒരു ത്രിബിൾ ക്രോഷ്യ ചെയ്തു. അടുത്ത ചെയിൻ്റെ മുകളിൽ 2 ത്രിബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഒരു ത്രിബിൾ ക്രോഷ്യ ചെയ്തു. രണ്ടാമത്തെ ത്രിബിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് ചെയിൻ്റെ മുകളിൽ ഒരു ത്രിബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഒരു ത്രിബിൾ ക്രോഷ്യ ചെയ്ത് 2 ത്രിബിൾ ക്രോഷ്യ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത ചെയിനിൽ ഒരു ത്രിബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. അടുത്ത ചെയിനിൻ്റെ മുകളിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. അടുത്ത ചെയിനിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോൾ ഒരു ഭാഗം കണ്ടില്ലേ ഷേപ്പ് വന്നത്. ഇനി ഇവിടെ നിന്ന് മേലേക്ക് 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടു. എന്നിട്ട് നമ്മൾ വർക്ക് ഒന്ന് ഇങ്ങനെ തിരിച്ച് പിടിക്കുക. ഇനി ഈ നൂല് നമ്മൾ ആ സ്ലിപ്പ് നോട്ട് ഇട്ടപ്പോൾ ഉള്ള നൂലാണ്. ആ നൂല് ഇതിൻ്റെ കൂടെ കൂട്ടി പിടിക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇത് കൂടെ വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഇത് 2 ചെയിൻ ഇട്ടു. എന്നിട്ട് ഇതാ ഈ ഒരു ഹോള് കാണാല്ലേ, ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഈ നൂല് ഇതിൻ്റെ കൂടെ കൂട്ടി പിടിച്ചോളോ. എന്നിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോൾ ഇവിടം കൊണ്ട് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. നെക്സ്റ്റ് ഹോളിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നൂല് അപ്പയ്ക്കപ്പം കൂട്ടി പിടിക്കണം കേട്ടോ. നെക്സ്റ്റ് ഹോളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇനി അടുത്ത ഹോളിൽ ഒരു ത്രിബിൾ ക്രോഷ്യ ചെയ്യുക. ത്രിബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് 2 വട്ടം യാൺ ഓവർ, അതിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇട്ടിട്ട് യാൺ ഓവർ ചെയ്ത് വലിച്ച് യാൺ ഓവർ ചെയ്യുക, 2 എണ്ണം കളയുക, യാൺ ഓവർ ചെയ്യുക, 2 എണ്ണം കളയുക.
yarn over ചെയ്യുക, 2 എണ്ണം കളയുക. ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. അടുത്ത ഹോളിൽ 2 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. ലീഫിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ മെത്തേഡ് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് ചെയ്യണത് കേട്ടോ. 2 ട്രിപ്പിൾ ക്രോഷ്യ, 2 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത ഹോളിൽ ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് ഇനി അടുത്ത ഹോളിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതിൻ്റെ അടുത്ത ഹോളിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ലാസ്റ്റത്തെ ആ ഒരു പോയിന്റിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഈ ലാസ്റ്റ് ആ ഒരു പോയിന്റിൽ കേട്ടോ, കണ്ടില്ലേ, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് ഹുക്ക് ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ ആ ഹോൾ ഈ ചെയിനിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, yarn over ചെയ്ത് വലിക്കുക. ഹുക്കിൻ്റെ മുകളിൽ 2 നൂല്, ഈ ആദ്യത്തെ നൂല് രണ്ടാമത്തെ നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. കണ്ടില്ലേ? ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നൂലൊന്ന് കുറച്ചങ്ങോട്ട് നീക്കി കട്ട് ചെയ്യുക. ഈ നൂലിങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇപ്പോൾ ലീഫ് വന്നത് കണ്ട.